ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ദിവസത്തെ ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നമ്മൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ രാവിലെ നേരം വെളുത്ത് വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഇന്ന് നേരത്തെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ ചായയൊക്കെ റെഡിയാക്കിയപ്പോഴത്തേനും ഹേതനായാലും എഴുന്നേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. ആൾ നേരത്തെ എഴുന്നേക്കുന്ന കൂടുതലാണ്, രാത്രി നേരത്തെ ഉറങ്ങും, പക്ഷേ രാവിലെ നേരത്തെ എണീക്കും കേട്ടോ. അപ്പം നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിയിലായിരുന്നു. അപ്പം ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഗോതമ്പ് ദോശയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ എളുപ്പ പരിപാടിയാണ്, നമുക്ക് രാവിലെ പള്ളിയിൽ പോകാനുണ്ടായിരുന്നു. അപ്പം രാവിലെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നത് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് കരുതിയിട്ട് ഗോതമ്പിൻ്റെ ദോശയായിരുന്നു കേട്ടോ ഉണ്ടാക്കുന്നത്. കറിയായിട്ട് നമ്മൾ മുട്ട റോസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് നമ്മൾ രാവിലെ പള്ളിയിൽ പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ വണ്ടി കിട്ടാൻ വേണ്ടി കുറച്ച് നടക്കാനുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ അമ്മ വലിയ ഹാപ്പി ആയിട്ട് അവനെ കൂടെ എടുത്ത് നടക്കുകയാണ്. അപ്പോൾ നമ്മൾ താമരശ്ശേരി പള്ളിയിലാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ പള്ളിയിലെത്തിയപ്പോഴത്തേനും കുർബാന ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അപ്പോൾ കുർബാന കഴിഞ്ഞിട്ട് അവിടെ ഫുഡ് ഫെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുർബാനയൊക്കെ കഴിഞ്ഞാൽ നമ്മൾ നേരെ തന്നെ വീട്ടിൽ പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് ലഞ്ചൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ബാക്കി ഷോപ്പിങ്ങിനും കാര്യത്തിനൊക്കെ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ലഞ്ചിനായാലും നമ്മുടെ കുടപ്പൻ്റെ ഒരു തോരനും ചിക്കനും മോരുകറിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ലഞ്ചൊക്കെ കാക്ക എവിടെ കാക്ക? എവിടെ കുഞ്ഞ കാക്ക പോയി ആണോ? അപ്പോൾ നമ്മൾ പോകാൻ റെഡി ആയതിൻ്റെ സന്തോഷത്തിലുള്ള വർത്താനം കേട്ടോ കേട്ടത്. അപ്പോൾ നമ്മൾ നേരെ KSRTC ബസ്സും പിടിച്ച് നേരെ പോയത് കോഴിക്കോട് നിന്നാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പോയത് നല്ല ഉച്ച സമയത്തായിരുന്നു, അതുകൊണ്ട് തന്നെ നല്ല വെയിലായിരുന്നു കേട്ടോ. പിന്നെ ആകെ ഒരു മെച്ചം എന്താണെന്ന് വെച്ചാൽ വണ്ടി കാലിയായിരുന്നു കേട്ടോ. നമ്മൾ വണ്ടി വിളിച്ച് പോയ പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കസവ് കേന്ദ്രയിലായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചെന്ന സമയത്ത് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ, അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. സൺഡേ ആയതുകൊണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ പോയത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ഡെയിലി യൂസിനൊക്കെ പറ്റുന്ന ചുരിദാറും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കയറി പോകുന്ന ഭാഗത്തുള്ള ലെഹങ്കാസും കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ചെന്നപ്പോൾ തന്നെ അവർ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറേ ചുരിദാർ മെറ്റീരിയലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഒരെണ്ണം എടുത്ത ചുരിദാറാണ് കേട്ടോ. നമ്മൾ ചെന്ന സമയത്ത് തന്നെ ആരും ഫസ്റ്റ് എടുത്ത് തന്നതാണ്. അപ്പോൾ നമുക്ക് കണ്ടപ്പോൾ തന്നെ പെട്ടെന്ന് ഇഷ്ടം തോന്നുന്ന ഇട്ട് നമ്മൾ മാറ്റി വെച്ചോണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏതിനാണെങ്കിലും സ്റ്റാച്ചു ഒക്കെ കണ്ടിട്ട് അതിൻ്റെ പുറകെ ആയിരുന്നു കേട്ടോ, ചേട്ടനും ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ രണ്ടാമത് എടുത്തൊരു ചുരിദാറാണ് കേട്ടോ ഇത്. അതുപോലെ ഇതും നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു അമ്മയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു കവറൊക്കെ വെച്ച് നെയിലൊക്കെയായിരുന്നു വലിയ വർത്താനും സന്തോഷമൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെ കുറച്ച് കവറും കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ആളുടെ കാര്യം ഓക്കെയാണ്. അപ്പോൾ പിന്നെ കുറേ പിള്ളേരുകളൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനത്തെ കാര്യം നമുക്ക് തന്നെ വലിയ ടെൻഷനൊന്നും ഉണ്ടായില്ല കേട്ടോ. അപ്പം അമ്മയ്ക്കായാലും നമുക്ക് അധികം തപ്പി നടക്കാതെ തന്നെ പെട്ടെന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ കാര്യത്തിനായിരുന്നു കേട്ടോ, എൻ്റെ നമ്മൾ കുറേ നേരമൊക്കെ തപ്പിയെങ്കിലും നമുക്കങ്ങനെ എനിക്കിഷ്ടപ്പെട്ട് അങ്ങനെ ഒരെണ്ണം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് നേരമൊക്കെ നോക്കി നടന്ന് പിന്നെ നമ്മൾ അടുത്ത ഷോപ്പ് പിടിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പിന്നെ പോയത് സിൽക്ക് മന്ദിറിലൊക്കെ ആയിരുന്നു കേട്ടോ. നമ്മൾ സാധാരണ എപ്പോഴും വരുന്നത് സിൽക്ക് മന്ദിറിലാണ്. ഇത്തവണ ഒന്ന് മാറി കയറി നോക്കിയതായിരുന്നു കേട്ടോ കസവ് കേന്ദ്രത്തിൽ. അപ്പോൾ നമ്മൾ കുറേ ചുരിദാർ മെറ്റീരിയലൊക്കെ ചേച്ചിമാർ ഇട്ട് തന്നു കേട്ടോ. പിന്നെ ഓൾറെഡി ഒരു മെറ്റീരിയൽ ചോദിച്ചാണ് പോയത്. അപ്പോൾ അവർ അതിൻ്റെ ഒരു 3-4 കളറായിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അവരത് എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ. അപ്പോൾ അതിനകത്ത് നമ്മുടെ ബനാറസിൻ്റെ മോഡലൊരു ചുരിദാറും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ റിട്ടേൺ പോരാൻ വേണ്ടി ഫുഡൊക്കെ വെച്ചിട്ടാണ് പോകുന്നത്, പക്ഷെ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ.